ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നുമില്ലാതെ എല്ലാവർക്കും ഉണ്ടാക്കാവുന്ന രീതിയിൽ അടിപൊളിയായിട്ടുള്ള പ്ലം കേക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കേക്കിന് വേണ്ട പഞ്ചസാര ഒന്ന് കാരമൽസ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് കാരമൽസ് ചെയ്തെടുക്കുന്നത്. മെഷറിംഗ് കപ്പില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ഏതെങ്കിലും ഗ്ലാസ്സിലോ കപ്പിലോ അളന്നെടുത്താൽ മതി. അപ്പോൾ അതേപോലെ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും അളന്നെടുത്താൽ മതി. ഇതേപോലെ പഞ്ചസാരയൊക്കെ ഉരുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ ഉരുകി നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരണം. ഇപ്പോൾ ഇത് പഞ്ചസാരയൊക്കെ മെൽട്ടായിട്ട് നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് കട്ട പോലെയായിട്ടുണ്ടാകും. അതൊന്നും കുഴപ്പമില്ല. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും അതെല്ലാം സെറ്റായിക്കോളും. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് 1/4 കപ്പ് ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. വെള്ളമൊന്നും ചേർക്കാതെ കൈവച്ച് പിഴുതെടുത്തിരിക്കുന്ന ഫ്രഷ് ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/4 കപ്പ് കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 കളറിലുള്ള ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് അളവിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു 3-4 ഡേറ്റ്സ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതും 2 ടേബിൾ സ്പൂൺ കിവിയും 2 ടേബിൾ സ്പൂൺ ചെറിയും കൂടി ചേർത്ത് കൊടുക്കുക. നമുക്കിഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എടുക്കാം. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഫ്രൂട്ട്സൊക്കെ വെന്ത് വന്ന് ആ ജ്യൂസൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരണം. ഇപ്പം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. കുറച്ച് മാത്രം സിറപ്പുണ്ട്. അത് തണുത്ത് കഴിയുമ്പോഴേക്കും അതും കൂടി അങ്ങ് വറ്റിക്കോളും. ഇനി നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം മാറ്റി വെക്കാം. ഇനി ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് അരിപ്പ വെച്ച് കൊടുത്തിട്ട് 250 ml കപ്പിന് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. നമ്മളിങ്ങനെ ചെയ്യുന്നത് കേക്കിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സിയുടെ ജാറിലോട്ട് റൂം ടെമ്പറേച്ചറുള്ള 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് ഹൈ സ്പീഡിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ച പഞ്ചസാര ചേർത്ത് കൊടുത്ത് വീണ്ടും ഹൈ സ്പീഡിലിട്ട് 1 മിനിറ്റ് അടിച്ചെടുക്കുക. അതും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കുക. ബട്ടർ മെൽറ്റ് ചെയ്ത് ചൂടില്ലാതെ ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടി അടിച്ചെടുത്ത് നമുക്ക് ഒരു ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചേർത്ത് ഒരുപാട് സമയം അടിക്കണ്ട. ജസ്റ്റ് 30 സെക്കൻഡ് ലോ സ്പീഡിലിട്ട് അടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് മൈദയിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി 1/2 ടീസ്പൂൺ ഗ്രാമ്പൂ പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പഞ്ചസാര കാരമൽസ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. അതും ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന മൈദ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുക. എന്നിട്ട് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുത്തി ഇളക്കരുത്. ഒരു സൈഡിലോട്ട് മാത്രം ഇങ്ങനെ പതിയെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. കേക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അടിയിലും സൈഡിലും എണ്ണ ഗ്രീസ് ചെയ്തെടുത്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ടും എണ്ണ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പ്ലം കേക്കിൻ്റെ ബാറ്റർ ഈ ഒരു തിക്നെസ്സിലായിരിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. കേക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അടിയിലും സൈഡിലും എണ്ണ ഗ്രീസ് ചെയ്തെടുത്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ടും എണ്ണ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ലൂസായിട്ട് പോയാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടുകയില്ല. ഇനി ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടിക്കട്ടിയുള്ളൊരു പാത്രം ആദ്യം തന്നെ ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് 50 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് കറക്റ്റ് 50 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ക്യൂർ വെച്ച് കുത്തി നോക്കാം. ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല, കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. കേക്ക് ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റാം. ഇപ്പോൾ നമ്മുടെ പ്ലം കേക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണെന്ന്. അപ്പോൾ ഈ വരുന്ന ക്രിസ്മസിന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ ഈസി ആയിട്ട് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.